ലോകരാജ്യങ്ങളെല്ലാം ഞെട്ടലോടെ കേട്ട ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിൽ ഷെല്ലാക്രമണം, അത്യുഗ്ര സ്ഫോടനങ്ങൾ കേൾക്കുന്നു. റെമി, വേഗം ഓടി ഷട്ടറിൽ പോക്കോ. ആരെന്ത് പറഞ്ഞാലും പുറത്തിറങ്ങി വരരുത്. അച്ഛൻ പറഞ്ഞു, എനിക്ക് ഭയങ്കര ദാഹിക്കുന്നു, നമുക്ക് ഓടി രക്ഷപ്പെടാമെന്ന് പറയുന്നത്. 2-3 പേരും ജനലിംഗിലേക്ക് വെടിയുതിർന്നു. യൗവനക്കാരനായ ഒരു പുരുഷനെ 4-5 തോക്കുകാരികൾ പുറകോട്ടും കൈ ഇങ്ങനെ പിടിച്ചിട്ട് കുലിച്ചു പിടിച്ചതിന് ശേഷം ദുരിതുരാന്നറിയൊഴിക്കുന്നത്. 1-2 വെടിയേറ്റപ്പോൾ ആ മനുഷ്യൻ മരണപ്പെട്ടിരിക്കാം, പക്ഷേ അവരുടെ കലി തീരുവോളം നാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. വിശുദ്ധ ആരാധനാ ദിവസം ദൈവമക്കളോടും ശ്രേഷ്ഠരായ ദേവദാസന്മാരുടെ മുമ്പിലും ജീവിക്കുന്ന ഒരു സാക്ഷിയായി നിൽക്കുവാൻ ദൈവം എനിക്ക് ആയുസ്സും ആരോഗ്യം തന്നതിനാൽ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഒക്ടോബർ 7, 2023 ലോകരാജ്യങ്ങളെല്ലാം ഞെട്ടലോടെ കേട്ട ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിൽ ഞാൻ ജോലി ചെയ്യുന്നത് ഇസ്രയേലിൻ്റെയും ഗാസയുടെയും ബോർഡറിൻ്റെ അടുത്ത് ഓട്ടോ ഫാസ എന്ന് പറയും. അവിടെ ഒരു സൊസൈറ്റി ഉണ്ട്. ഒരു കൂട്ടം ആൾക്കാരിങ്ങനെ പാർക്കുന്നത്, ഒരു കൂട്ടം ജനങ്ങൾ, അവർക്ക് അവരുടേതായ സ്കൂള്, അവർക്ക് വേണ്ടുന്ന ആശുപത്രി, പെട്രോൾ പമ്പ്, മെമ്പർഷിപ്പ് ഉള്ള അങ്ങനെ കുറച്ച് പേര് അങ്ങനെ കൂട്ടമായിട്ട് ഓരോ ഭാഗത്ത് ഇങ്ങനെ താമസിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് ഒരു അമ്മച്ചിയനെ കെയർ ഗീവറായിട്ട് ഞാൻ നോക്കുന്നു, ശുശ്രൂഷിക്കുന്നു. അപ്പോൾ ഒക്ടോബർ 7 രാവിലെ സൈറൻ മുഴങ്ങി 6:30 ആയപ്പോൾ. 2021 10-11 ദിവസം ഇങ്ങനെ യുദ്ധമുണ്ടായിരുന്നു. അത് ആകാശയുദ്ധം മാത്രമായിരുന്നു. അപ്പോൾ സൈറൻ മുഴങ്ങും, ഞങ്ങൾ ഷെൽട്ടറിനകത്ത് പോയിരിക്കും. അത് പൊട്ടി 5 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ സാധാരണ ലൈഫിലേക്ക് എല്ലാവരും മടങ്ങി വരും. അപ്പോൾ അതുപോലെയാണല്ലോ എന്നോർത്ത് കിടന്നിരുന്ന് ഞാൻ തിരിഞ്ഞൊന്നുകൂടെ കിടന്നു. വീണ്ടും സൈറൻ മുഴങ്ങി, ഷെല്ലാക്രമണം, അത്യുഗ്ര സ്ഫോടനങ്ങൾ കേൾക്കുന്നു. അപ്പം ഞാൻ എഴുന്നേറ്റു. എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ബൈബിളും പാസ്പോർട്ടും അടങ്ങിയ ഒരു ബാഗുണ്ട്. അപ്പം എവിടെ പോയാലും ഈ ഒരു ചെറിയ ബൈബിൾ ഞാൻ എൻ്റെ യാത്രാ ബാഗിനകത്ത് വെച്ചിരിക്കും. അപ്പം അതുകൊണ്ട് വേഗം ഞാൻ ഷെൽട്ടറിൽ കൊണ്ട് വെച്ചു. ഷെൽട്ടറിലാണ് ഞാൻ നോക്കുന്ന അമ്മച്ചി ഉറങ്ങുന്നത്. കാരണം അവരുടെ കാലിനൊക്കെ ശേഷിക്കുറവുണ്ട്, നടക്കാനുള്ള ആരോഗ്യമില്ല. അതിഭയങ്കരമായ സ്ഫോടനങ്ങൾ കേൾക്കുന്നു. അപ്പോഴേക്കും 7:30 ആയപ്പോഴത്തേക്കും ഞങ്ങളുടെ ആ സ്ഥാപനത്തിന് ചുറ്റും വലിയൊരു ആരവ ശബ്ദം കേൾക്കാം. അപ്പം അവർ വിളിക്കുന്നുണ്ട്, അല്ലാഹു അക്ബർ എന്ന് വിളിക്കുന്നുണ്ട്. അപ്പം ഇതെന്താണ് എന്ന് ഇങ്ങനെ സംശയിച്ച് നിൽക്കുമ്പോൾ കൂട്ടുകാരി കൊച്ചു എനിക്കൊരു ഫോട്ടോ ഇട്ട് തന്നു. ചേച്ചി, ഇതിനകത്ത് ആരോ കയറിയിട്ടുണ്ട് ചേച്ചി, കള്ളന്മാരാന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു. നീ പറഞ്ഞു, ഓ ഇല്ല, നമ്മുടെ സെക്യൂരിറ്റി അവരെയൊക്കെ ഓടിച്ചു വിടും, നമ്മളെ ഒന്നും ചെയ്യുകയില്ല എന്നുള്ളൊരു ധൈര്യത്തോടെ ഞങ്ങളോട് നിന്നു. അപ്പം ഞാൻ എൻ്റെ അമ്മച്ചി എന്നെ വിളിച്ചു, റെമി ഇങ്ങ് വന്നേ, എനിക്ക് ഭയങ്കരമായിട്ട് ദാഹിക്കുന്നു, എനിക്ക് ചായ ഉണ്ടാക്കി തരാമെന്ന് ചോദിച്ചു. അപ്പം ചായ ഉണ്ടാക്കാനായിട്ട് ഞാൻ അടുക്കള അടിച്ച് ചെന്നപ്പോഴത്തേക്കും ഒരിക്കലും വിളിച്ചിട്ടില്ലാത്ത ഒരു അമ്മച്ചി എന്നെ വിളിച്ച് പറഞ്ഞ്, റെമി, വേഗം ഓടി ഷട്ടറിൽ പോക്കോ. ആരെന്ത് പറഞ്ഞാലും പുറത്തിറങ്ങി വരരുത്. ഇതിനകത്ത് എന്തോ സംഭവിക്കുന്നുണ്ട്, അത് ഞങ്ങൾക്കും അറിയത്തില്ല എന്താണെന്ന്. അത് പറഞ്ഞ് ഞാൻ ആ ക്ലാസ് വെച്ചപ്പോഴത്തേക്കും 2-3 പേരും ജനലിംഗിലേക്ക് വെടിയുതിർത്തു. എന്നിട്ട് ഞാനിങ്ങനെ കുനിഞ്ഞു പെട്ടെന്ന് ഷട്ടറിലേക്ക് ഓടി അതിനകത്ത് ഇങ്ങനെ ഇരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ താമസിക്കുന്ന ആ വീടിന് ചുറ്റും ആൾക്കാരിങ്ങനെ ചേസ് ചെയ്യുന്ന കേൾക്കാം, ഓടിക്കുന്നത് കേൾക്കാം. അപ്പം അവിടെയുണ്ട്, ഇവിടെ പമ്മി ഇരിപ്പുണ്ടെന്ന് അവർ ഹീബ്രുവിൽ പറയുന്നു. അപ്പം ഇതെന്താണെന്ന് അറിയാനുള്ളൊരു ആകാംക്ഷ കൊണ്ട് ഞാൻ ചെന്ന് ജനലിങ്ങനെ തുറന്നു നോക്കിയപ്പോഴത്തേക്കും കുറച്ച് തോക്കുധാരികൾ ഇങ്ങനെ മുന്നിൽ ഓടുന്നു. ഞങ്ങളുടെ സ്ഥാപനത്തിനകത്ത് സെക്യൂരിറ്റികൾ പുറകെ ഓടുന്നുണ്ട്. അപ്പോൾ ഒന്നുമില്ലായിരിക്കും, ഇതിപ്പോൾ തീരുന്ന് ഓർത്തുകൊണ്ട് ഞാൻ തിരിച്ചു വന്നു. ഷെൽട്ടറിൽ ഇരുന്നു. കുറച്ച് കഴിഞ്ഞപ്പം സൈറൻ മുഴങ്ങുന്നു. ഈ പറയുമ്പോഴെല്ലാം വെടിശബ്ദങ്ങൾ ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആകാശത്ത് സൈറൻ, ഷെല്ലാക്രമണം, വല്ലാത്തൊരു അന്തരീക്ഷം, മാനസികമായി തകർന്നു പോകുന്നൊരവസ്ഥ. 9 മണിയൊക്കെ ആയപ്പോഴത്തേക്കും വീടിനകത്ത് ഒച്ചയൊക്കെ തുടങ്ങി, ജനലൊക്കെ തകർക്കുന്നു, വാതിലൊക്കെ തല്ലുന്നതൊക്കെ ആയിട്ട്. വല്ലാതെ ഭയപ്പെട്ടു. വലിയ അക്ഷരത്തിൽ എഴുതിയ വലിയൊരു ബൈബിൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അത് ഞാൻ ഓടിപ്പോയി എടുത്തുകൊണ്ടുവന്ന് ഷെൽട്ടറിനകത്ത് വെച്ചു. അതിന് അച്ഛനെ കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മച്ചൻ പറഞ്ഞു, എനിക്ക് ഭയങ്കര ദാഹിക്കുന്നു, നമുക്ക് ഓടി രക്ഷപ്പെടാമെന്ന് പറയുന്നു. അമ്മച്ചിക്ക് കാല് വയ്യ. എന്നിട്ട് ഞാൻ പറഞ്ഞു, അമ്മച്ചി നമുക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല, കാരണം ഹമാസ് പേരിൽ തോക്കുധാരികളായിട്ട്
പുറത്ത് നിൽക്കുവാണ്. അമ്മച്ചേക്ക് ആകുമ്പോഴത്തേക്കും സ്ട്രെസ്സായി, അമ്മച്ചി വെട്ടി വിയർക്കാൻ തുടങ്ങി. മരണത്തോടടുക്കുന്നു എന്ന് എനിക്ക് തോന്നി. കാരണം അവർ വലിയതായിട്ടുള്ള ആക്രമണം നടത്തുമ്പോഴത്തേക്ക് അതിൻ്റെ സൗണ്ട് നമ്മുടെ ഹൃദയമൊക്കെ പറഞ്ഞു പോകുന്ന പോലെ തോന്നും. പക്ഷേ എന്നിട്ട് പറഞ്ഞു എനിക്ക് ഇച്ചിരി കുടിക്കാൻ വെള്ളം വേണമെന്ന് പറഞ്ഞു. ആ സമയത്ത് ഞാൻ ചെരുപ്പ് ഇങ്ങനെ ഊരി ഇട്ടച്ചിട്ട് പയ്യെ ഡോറ് തുറന്ന് ഇങ്ങനെ അകത്തേക്ക് ഇങ്ങനെ കാല് വെച്ചപ്പോഴത്തേക്കും ഞാൻ കാണുന്നു ജനലിനകത്ത് 2 ഹമാസ് ഭീകരർ. അവരിങ്ങനെ തലയിൽ ഇങ്ങനെ പച്ച റിബണൊക്കെ കെട്ടി ഇംഗ്ലീഷിലും അറബിക് ലാംഗ്വേജിലും അവരെന്തോ എഴുതിയിട്ടുണ്ട്, ഹമാസ് എന്ന് എഴുതിയിട്ടുണ്ട് അതിൽ, ആ റിബണിൽ. അവർ 2 തോക്കുധാരികൾ ജനലിൻ്റെ അടുത്ത് നിൽക്കുക. ഒറ്റ നോട്ടത്തിൽ എനിക്ക് മനസ്സിലായി വാതിലുകളും ജനലും എല്ലാം അവർ നശിപ്പിച്ച് കളഞ്ഞിരിക്കുന്നുവെന്ന്. ഞാൻ പയ്യെ പുറകോട്ട് പോയി. ഞാൻ ഇന്നും വിശ്വസിക്കുന്നു എൻ്റെ ദൈവം അവരുടെ കാതുകളെ അടപ്പിച്ചു കളഞ്ഞു, കണ്ണുകളെ അടച്ചു കളഞ്ഞു. കാരണം കൈയെത്തും ദൂരത്ത് ഷെൽട്ടറിന്റെ തൊട്ടടുത്തുള്ള ജനലിങ്കിലാണ് അവർ നിന്നത്. ആ സമയം ഞാൻ കണ്ടു ഒരു കൂട്ടം ഹമാസ് ഭീകരർ മറ്റുള്ള വീടുകളെല്ലാം ഇങ്ങനെ ആക്രമിക്കുകയാണ്, വെടിയുതിർക്കുന്നു. അങ്ങനെയാണ്. അതിനുശേഷം 11 മണിയായി. എനിക്ക് തോന്നി ഞങ്ങളെ കൊന്നുകളയും ഇവര്. അന്നത്തേക്ക് അമ്മച്ചി ഭയങ്കരമായിട്ട് പ്രേമി എനിക്കിച്ചിരി വെള്ളം വേണം, എനിക്കിച്ചിരി വെള്ളം തരണം എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു പറ്റത്തില്ല അമ്മച്ചി, നമ്മൾ പുറത്തിറങ്ങി അവർ നമ്മളെ കൊന്നുകളയും. പക്ഷേ എന്നെ നോക്കിക്കാൻ ഏൽപ്പിച്ച ഒരു അമ്മച്ചിയെ എൻ്റെ ഉത്തരവാദിത്വമാണല്ലോ എന്ന് ഓർത്ത് വാതിൽ തുറന്നിങ്ങനെ ഇറങ്ങിയപ്പോൾ ഞാൻ ജനലിൽ കൂടെ കാണുവാണ് യൗവനക്കാരനായ ഒരു പുരുഷനെ 4-5 തോക്കുധാരികൾ പുറകോട്ടും കൈ ഇങ്ങനെ പിടിച്ചിട്ട് തല ഇങ്ങനെ കുനിച്ചു പിടിച്ചതിന് ശേഷം ദുരിതുരാന്നിറങ്ങി ഒഴിക്കുന്നത്. 1-2 വെടിയേറ്റപ്പോൾ ആ മനുഷ്യൻ മരണപ്പെട്ടിരിക്കാം. പക്ഷേ അവരുടെ കലി തീരുവോളം ഞാനിങ്ങനെ തല വെട്ടിച്ച് എനിക്കത് കാണാൻ പറ്റാത്ത അവസ്ഥയിലേക്ക്. അന്നത്തേക്കും എനിക്ക് മാനസികമായി ഭയങ്കര ഭാരമായി. ഞാൻ ഷെൽട്ടറിനകത്ത് വന്നു. അപ്പോൾ എൻ്റെ ഫോണിൽ ആരയച്ചോ എവിടുന്ന് അയച്ചോ ഇന്നും എനിക്കറിയത്തില്ല, ഒരു വാചകം അതിനകത്ത് വന്നു: ശത്രു നിന്നെ തൊടും മുമ്പ് കർത്താവ് നിന്നെ അവിടുന്ന് മാറ്റും. ചേട്ടനും കുഞ്ഞുങ്ങളും എന്നെ വീഡിയോ കോൾ വിളിക്കുന്നു. ഉഗ്രസ്ഫോടനം, സൈറൻ മുഴങ്ങുന്നു. ഞങ്ങളിങ്ങനെ പേടിച്ച് പറിച്ചിരിക്കുന്നു. അപ്പം എന്താണ് അവിടെ സംഭവിക്കുന്നത്? യുദ്ധമാണെന്ന് കേട്ടല്ലോ, എന്താണെന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും ഇവരെ ധൈര്യപ്പെടുത്തണമല്ലോ, പേടിച്ച് പറിച്ചിരിക്കുമെങ്കിൽ ഞാൻ പറഞ്ഞു ഒന്നുമില്ല പവേ കുഞ്ഞുങ്ങളെ, ഒന്നുമില്ല. ഇവർ വലുവായി കരയുക. ഞാൻ പറഞ്ഞു ഒന്നുമില്ല, പട്ടാളക്കാരുണ്ട്, ആരുമില്ല കേട്ടോ, ഞാൻ അവരെ ആരെയും കണ്ടില്ല അവിടെ. പക്ഷെ ഞാൻ പറഞ്ഞു IDF പുറത്തുണ്ട്, എനിക്കൊന്നും സംഭവിക്കുകയല്ല, നിങ്ങൾ പേടിക്കേണ്ട കേട്ടോ എന്ന് പറഞ്ഞ്. അന്നേരം ദേവദാസൻ എൻ്റെ ചേട്ടനോടും കുഞ്ഞുങ്ങളോടും പറഞ്ഞു സിസ്റ്ററിനോട് പറയണം, സിസ്റ്റർ ശുശ്രൂഷിക്കുന്ന അമ്മച്ചിക്കും സിസ്റ്ററിനും ഒരാപത്തും വരികയില്ല, നിങ്ങളെ അവിടുന്ന് രക്ഷിച്ച് മാറ്റപ്പെടും എന്ന് പറഞ്ഞു. അപ്പം എനിക്കതൊരു വിശ്വാസമായി. അവൾ ഭയങ്കര ഗ്രൈനേഡ് വെച്ച് വീടിനിട്ട് എറിയുവാനിടയായി. അപ്പോഴത്തേക്ക് വല്ലാത്ത സ്ഫോടനം. അവരാരോ വന്ന് അപ്പോഴത്തേക്ക് ഞങ്ങൾ ലൈറ്റൊക്കെ കിടത്തി TV സൈലൻസിൽ വെച്ചു. പക്ഷേ AC ഓഫ് ചെയ്തില്ല. AC പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും ആരോ വന്ന് ജനലിൽ അതിശക്തമായിട്ട് ഇടിക്കുന്ന ശബ്ദം കേൾക്കുന്നു. തുറക്കെന്ന് പറയുന്നുണ്ട് ഭയങ്കരമായിട്ട്. അപ്പോൾ അവർ എന്താണെന്ന് എനിക്കറിയില്ല, എന്തോ ഒരു മെഷീൻ വെച്ചാൽ തുറക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും ദൈവം എനിക്ക് ചിന്തയിട്ട് തന്നു, AC ഓഫ് ചെയ്യുന്നു. ഞാൻ AC ഓഫ് ചെയ്തു. ഞങ്ങളിങ്ങനെ ശബ്ദമുണ്ടാക്കാതിരിക്കുക. ആ ബൈബിൾ തുറന്ന് അവിടെ വെച്ചു. ഷെൽട്ടർ അടച്ച് അതിൻ്റെ അകത്തിരുന്നു. എന്ന് വെച്ചിട്ട് ഇവർ ജനലിൽ മുട്ടി. കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും ഒരനക്കവുമില്ല, ഒന്നുമില്ല. 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ സമയമെല്ലാം പുറത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വെടിയൊച്ചകളുടെ ശബ്ദം മാത്രമേ ഉള്ളൂ. നമ്മുടെ മനസ്സൊക്കെ മരവിച്ചു പോകുന്നു. ഇച്ചിരി കഴിഞ്ഞപ്പോഴത്തേക്കും കാൽപതനം കേൾക്കാം. ഡോറിൻ്റെ അടുത്തോട്ട് ഇങ്ങനെ ആരോ നടന്നു വരുന്ന പോലെ. ഞാനവിടെ മുട്ടുകുത്തി ഈ ബൈബിൾ എടുത്ത് പിടിച്ചിട്ട് യേശുവേ എന്ന് മാത്രം വിളിച്ചു. കാരണം മറ്റൊന്നും പ്രാർത്ഥിക്കുവാനോ വിളിക്കുവാനോ ചിന്തിക്കുവാനോ ഉള്ളൊരവസ്ഥയായിരുന്നില്ല. എത്ര പറഞ്ഞാലും ആ അനുഭവം എത്ര പറഞ്ഞാലും വിവരിക്കാൻ പറ്റാത്ത രീതിയിൽ. എന്തേക്കും ഞാൻ കുഞ്ഞുങ്ങളെ ഓർത്തു, ചേട്ടനെ ഓർത്തു. അവർ ജീവിക്കാൻ പഠിച്ചു, അവരെ ദൈവം മുന്നോട്ട് നയിക്കുമൊരു വിശ്വാസം. ഞങ്ങളെ കൊല്ലപ്പെടാൻ പോവുകയാണെന്ന് ഓർത്തു. അത് ഈ കാൽപതനം കേട്ടപ്പോഴത്തേക്കും എൻ്റെ അമ്മച്ചി ഒരു കുഞ്ഞു പട്ടിക്കുഞ്ഞിനെ വളർത്തുന്നുണ്ട്. ഈ പട്ടിക്കുഞ്ഞ് വാതൊക്കെ പോന്നിട്ട് മണം പിടിച്ചിട്ട് ഭയങ്കര കൊര. അമ്മച്ചി പറയുന്നു എന്നെ രക്ഷിക്ക്, നമുക്ക് ഓടിപ്പോകാം. ഉടനെ ഞാൻ ഈ പട്ടിയുടെ വായും പൊത്തിപ്പിടിച്ച് അമ്മച്ചിയുടെ വായും ഒരു കൈ കൊണ്ട് പൊത്തിപ്പിടിച്ചിട്ട് ഇവരുടെ മുകളിൽ കയറി കിടന്നു. കാരണം കൊല്ലാൻ പോവാന്നുള്ളൊരു ആ ഒരു മരണഭയം. അതിനുശേഷം പക്ഷേ വാതിക്കലടുത്ത് വന്നില്ല. ഞാൻ വിശ്വസിക്കുന്നു ഈ വചനം എന്നെ രക്ഷിച്ചതാണ്. വീണ്ടും ഒരു ഗ്രൂപ്പ് ആൾക്കാർ പുറത്ത് വരുന്നത് കേൾക്കാം, ശബ്ദം കേൾക്കാം.
സൈറൻ മുഴങ്ങുന്നു, ഭീകരവാദികൾ പെരക്കി ചുറ്റും നിന്ന് വെടിവെക്കുന്നു, മരണഭയം. അപ്പോഴത്തേക്ക് ഒരു കൂട്ടുകാർക്കൾ അവിടെയുള്ള വീടുകൾക്കെല്ലാം പുറത്ത് ഈ വാഷിംഗ് മെഷീനും ഇങ്ങനെ വേണ്ടാത്ത സാധനങ്ങളൊക്കെ വെക്കുന്നൊരു സ്ഥലമുണ്ട്. അപ്പം അതിനകത്ത് ഇവർ ഒരു കൂട്ടം ആൾക്കാരുണ്ട്. ഇവരെ വൈദ്യുതി എല്ലാം വിച്ഛേദിച്ച് കളഞ്ഞു. ഇരുളുമയായി, ഫോൺ വിളിക്കാൻ പറ്റത്തില്ല, ആരെയും വിളിക്കാൻ പറ്റത്തില്ല. ഞാനോർത്ത് ഇവർ തീ ഇടാൻ പോവുകയാണോ? കാരണം അതിനു മുമ്പ് ടി വിയിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു, ഇങ്ങനെ വണ്ടിക്കകത്ത് ഇവർ വന്നേച്ചിട്ട് ഇവരിങ്ങനെ ആക്രമിക്കുന്നതുമൊക്കെ, തീ ഇടുന്നതും കൊന്നുകളയുന്നതുമൊക്കെ. വെള്ളിയാഴ്ച വൈകുന്നേരം കണ്ട് ശബാത് ശലോം പറഞ്ഞവരെയൊന്നും പിന്നീട് എനിക്ക് കാണുവാൻ കഴിഞ്ഞില്ല. കുഞ്ഞുങ്ങളെന്നോ സ്ത്രീകളെന്നോ വ്യത്യാസമില്ലാതെ. അവിടെ ഒരു ഗർഭിണിയായ സ്ത്രീ ഉണ്ടായിരുന്നു. അവർ കൊന്നതിന് ശേഷം വയറ് കീറാനിടയായി. എന്നിട്ട് അതിലൊരു കത്തി കുത്തി വെച്ചു, തല കണ്ടിച്ചു കളഞ്ഞു, കണ്ണിനകത്ത് കത്തി കുത്തി ഇറക്കി. അവരുടേതായ ദേഷ്യങ്ങളെല്ലാം ശവശരീരങ്ങളോട് കാണിച്ചു. കുറച്ച് പേര് വന്ന് സമ്പത്തെല്ലാം, പൈസയൊക്കെ അവർ എടുത്തുകൊണ്ട് പോയി. കുറച്ച് ഗ്രൂപ്പുകാർ വന്ന ആൾക്കാരെ പിടിച്ചുകൊണ്ട് പോയി. അപ്പം പോകാൻ വിസമ്മതിച്ച ഒരു ചെറുപ്പക്കാരനെയാണ് കൊല്ലുന്ന ഞാൻ കണ്ടത്. അങ്ങനെ വളരെ ക്രൂരമായ രീതിയിൽ നമ്മളാരും വായിച്ചറിയുന്നതിനേക്കാളല്ല അതിൽ ക്രൂരമായ ശേഷം കിടന്നുറങ്ങിയ കുഞ്ഞുങ്ങളെയെല്ലാം കിടക്കയിലിട്ട് തന്നെ അവർ വെടിവെച്ച് കൊന്നു കളഞ്ഞു. എഴുന്നേറ്റ് വരുമ്പോൾ ഭീകരരുടെ തൂക്കൻമുനയിലാണ് പലരും. ദൈവം എന്നെ രക്ഷിച്ചു. അതുപോലെ തന്നെ എന്നും 7:30 തൊട്ട് 8:30 വരെ ഞാൻ നടക്കാൻ പോകുന്നായിരുന്നു. അന്ന് സൈറൻ മുഴങ്ങിയത് കൊണ്ട് ഞാൻ പോയില്ല. അതും ദൈവത്തിൻ്റെ ഒരു കരുതലായി കാണുന്നു. അങ്ങനെ ഞങ്ങൾ ഇരുട്ടത്ത വൈകുന്നേരം 6 മണി വരെ ഇങ്ങനെ ഇരിക്കുവാണ്. അപ്പം പുറത്തുനിന്ന് എനിക്ക് ഹീബ്രു സംസാരിക്കുന്ന സൈനിക വാഹനങ്ങൾ നീങ്ങുന്ന ഒച്ച എനിക്ക് കേൾക്കാം. അങ്ങനെ ഞാൻ നോക്കിയപ്പോഴത്തേക്കും സൈനികർ വീടിന് ചുറ്റുമുണ്ട്. അപ്പോൾ എനിക്കൊരു ധൈര്യമായി. ഓടിച്ചെന്ന് ഞാൻ ഒരു കുപ്പി വെള്ളം എടുത്ത് അമ്മച്ചിക്ക് കുറച്ച് മുന്തിരിങ്ങ എടുത്തുകൊണ്ട് വന്നു. അപ്പോൾ അടുക്കളയിൽ ചെന്നപ്പോഴത്തേക്കും രക്തം, ഗ്ലാസ്സുകളെല്ലാം പൊട്ടിച്ചെതറി എല്ലാം വലിച്ചു വാരിയിട്ടിരിക്കുക. എന്നാൽ എനിക്ക് എൻ്റെ മുറിയിലേക്ക് പോകാനോ അവിടെ പോയി ഒന്ന് എടുക്കാനോ ഒന്നും എനിക്ക് തോന്നിയില്ല. തിരിച്ചതുപോലെ തന്നെ വന്ന് മുറിയിലിരുന്നു, വാതിലടച്ചു, കുറ്റിയിട്ട് അതിനകത്തിരുന്നു. വാതിൽക്ക് വന്ന് മുട്ട് വിളിക്കുന്നു. അപ്പോൾ 11:30 ആയപ്പോൾ എൻ്റെ മകൾ പറഞ്ഞിരുന്നു, ഇവർ വന്ന് വാതിലെ പിടിച്ച് അതിൻ്റെ ഡോറിൻ്റെ കമ്പിയെ പിടിച്ചിങ്ങനെ അകത്തോട്ട് വലിച്ചു പിടിക്കണമെന്ന്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഇതിന് അകത്തേക്ക് വലിച്ചു പിടിച്ചു. ഇവർ ഇങ്ങനെ പ്രസ് ചെയ്തപ്പോഴത്തേക്കും തന്നെ എനിക്ക് മനസ്സിലായി എന്നെക്കൊണ്ട് ഇത് തുറക്കാതിരിക്കാൻ പറ്റത്തില്ല, അടച്ചു പിടിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ കൈയെടുത്തു. ഞാനോർത്ത് ഭീകരന്മാരായിരിക്കും, ഇതിനകത്ത് ഒളിച്ചിരുന്ന് ആരെങ്കിലും വരുന്നതാണോ, ആരാ എന്താണെന്ന് അറിയില്ല, ഇരുട്ട്. അന്തേക്ക് ഞാനിങ്ങനെ എന്തായാലും വരട്ടെ, മരണമാണെങ്കിൽ മരണം എന്നോർത്തുകൊണ്ട് ഞാൻ വാതിലേന്ന് കൈയെടുത്തു. ഇവരത് വലിച്ചു തുറന്ന് കയറി വന്നപ്പോൾ 5 IDF ഇസ്രായേൽ പട്ടാളക്കാരാണ്. ചിലർ പറഞ്ഞു, നിങ്ങളെ കൊല്ലാൻ വന്നതല്ല, നിങ്ങളെ രക്ഷിക്കാൻ വന്നതാണ്. വിശ്വസ്തനാവൻ വീരനാ
ஒரு மகிமை மேகம் இந்த இடத்தை மூடுதே. ஒரு மகிமை மேகம் இந்த ஜனத்தை மூடுதே. விலகாத மேகம் நீ, என் செல்லும் மேகம் நீ. விலகாத மேகம் நீ, என் செல்லும் மேகம் நீ. மகத்துவமே அளவில்லாத என்னில், மகிமையே மகத்துவமே அளவில்லாத என்னில். இனி முட்டோளமல்ல, இனி அரையோளம் போரம். இனி முட்டோளமல்ல, இனி அரையோளம் போரம். நீந்திட்டு கடப்பான் കഴിയാതവൻ, നീന്തിട്ടു കടപ്പാൻ കഴിയാതവൻ. മഹിമയേ മഹത്വമേ, മഹിമയേ മഹത്വമേ, മഹിമയേ മഹിമയേ മഹത്വമേ, മഹിമയേ മഹത്വമേ. അമർവിൽ ചാരിടാം, എല്ലാം പറയാം. വിശ്വസ്തനാവൻ വീരനാം. മാർവിൽ ചാരിടാം, ആ മാർവിൽ ചാരിടാം, എല്ലാം പറയാം. വിശ്വസ്തനാ